ഒരു വേദഭാഗം വായിക്കുന്നു. 1 തീമോഥെയോസ് 4 അധ്യായത്തിൻ്റെ 7 വാക്യം. 1 Timothy chapter 4 verses 7. 1 തീമോഥെയോസ് 4 അധ്യായത്തിൻ്റെ 7 വാക്യം. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിവാക്കി ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ആ ലാസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ പറയുന്നു, ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. ഈ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരോടും വളരെ വ്യക്തിപരമായും വ്യക്തമായും ദൈവവചനം സംസാരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു സന്ദേശമാണ് ഈ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ദൈവഭക്തിക്ക് തക്കവണ്ണം പരിശീലിക്കുക, ട്രെയിൻ ചെയ്യിക്കുക. നമ്മളതിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മീകരായി തീരുക എന്നൊക്കെ പറയാറുണ്ട്. ആത്മീകതയ്ക്ക് നമ്മൾ പല പര്യായങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ ദൈവവചനപ്രകാരമുള്ള ദൈവഭക്തി എന്ന് പറയുന്നത് എന്താണ്, നമ്മളതിനെ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവഭക്തി ഉള്ളവരായി നാം ജീവിക്കേണ്ടത്, ആത്മീകരായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തായിട്ടുള്ള ഒരു മഹാശക്തി നമുക്കെതിരെ, പ്രത്യേകിച്ച് സഭകൾക്കെതിരെ ശക്തമായി ഒരു ആർക്കും തടയുവാൻ കഴിയാത്ത രീതിയിലുള്ളതാകുന്ന ശക്തിയോടെ എതിർത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ തിരിച്ചറിയുന്നില്ല. ഇന്ന് പ്രതിയോഗി രാഷ്ട്രീയത്തിൽ കൂടെ മനുഷ്യനെ സാമുദായിക ബന്ധങ്ങളിൽ കൂടെ മതത്തിന്റെ ശക്തികളിൽ കൂടെ ഒറ്റ ടാർഗറ്റായിട്ട് നിന്നുകൊണ്ട് സഭയെ തകർക്കുവാനായി എല്ലാ രീതിയിലുള്ളതാകുന്ന ആമ്യുനിഷൻസുകളും ആയുധങ്ങളും കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള പ്രതിരോധ ശക്തി തിരിച്ചറിയാതെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളൊക്കെ, നമുക്ക് ആഭരണം ധരിക്കുന്നത് തെറ്റോ ശരിയോ, തലയിൽ തുടിയിടുന്നത് തെറ്റോ ശരിയോ, ഇടത്ത് കൈ കൊണ്ട് തിരുവത്താഴം എടുത്താൽ ശരിയോ തെറ്റോ, പലവിധമാകുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നമ്മുടെ സമയങ്ങളെ പാഴാക്കിക്കളയുന്നു. അപ്പോൾ തന്നെ മറുവശത്ത് വലിയൊരു ശക്തി, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ശക്തമേറിയ ഒരു ശക്തി നമുക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ വന്നെത്തിരിക്കുന്ന ഈ തലമുറ എന്ന് പറയുന്നത് 2026 ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ബേറ്റ ജനറേഷനിലാണ് ഉൾപ്പെടുത്തുന്നത്. അതിന് തൊട്ട് മുമ്പിലുള്ള തലമുറ 2013 തൊട്ട് ജനിച്ച കുഞ്ഞുങ്ങൾ ആൽഫ ജനറേഷൻ. അതിനു മുമ്പേ ഉള്ളതാണ് ജെൻസി ജനറേഷൻ എന്ന് പറയുന്നത്. 1997 മുതൽ 2012 വരെ ജനിച്ചിട്ടുള്ളതാകുന്ന തലമുറകൾ, അല്ലെങ്കിൽ 29 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള തലമുറകളാണ് ജെൻസി തലമുറകൾ എന്നറിയപ്പെടുന്നത്. അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പാസ്റ്റർമാർക്കോ വിശ്വാസികൾക്കോ മാതാപിതാക്കൾക്കോ തിരിച്ചറിയാതെ നമ്മൾ ഭക്തിയുടെ ആ ശരിയായിട്ടുള്ള ദൈവഭക്തി മുഖാന്തരം, ആത്മീയ മുഖാന്തരം നമുക്ക് ഉപയോഗിക്കേണ്ടുന്ന ആയുധങ്ങളെ തിരിച്ചറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനം ചുരുക്കം നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തണം. ആഴമേറിയ ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ രാജ്യത്തിൽ വന്നപ്പോൾ, ഈ രാജ്യത്ത് കടന്നു വന്ന ആളുകൾ ഒരുപക്ഷെ അത് സൈലന്റ് ജനറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബേബി ബൂമേഴ്സ് ആയിരിക്കാം, മിലേനിയം ജനറേഷൻസ് ആയിരിക്കാം. ആ ജനറേഷൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, നാട്ടിൽ നിന്നും നമ്മൾ കൊണ്ടുവന്ന ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും അന്നത്തെ കാലത്ത് നാട്ടിൽ ശക്തമേറിയ രീതിയിൽ പ്രയോജനപ്പെട്ടിരുന്ന 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ സഭയ്ക്കൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. വചനമാകുന്ന ദൈവവചനത്തിൽ കൂടെ ഉള്ളതാകുന്ന ആലോചനകൾ, സന്ദേശങ്ങൾ, അറിവുകൾ, അതുകൊണ്ടുണ്ടാകുന്ന വിശുദ്ധി, അതുകൊണ്ടാകുന്ന വിടുതലുകൾ നമ്മൾ അനുഭവിച്ചിരുന്നു. ഇൻഫർമേഷൻസ്. രണ്ടാമതായി നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു, ആത്മീകമായിട്ടുള്ള ആരാധന ഉണ്ടായിരുന്നു. കൈകൊട്ടുമ്പോഴും വചനം കേൾക്കുമ്പോഴും എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കുന്ന ആത്മശക്തിയുടേതാകുന്ന ഇൻസ്പിറേഷൻ, പ്രചോദനമുള്ള ഒരു ശക്തി നമുക്കുണ്ടായിരുന്നു.
അതുകൂടാതെ ഒന്നാം നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ തലമുറയാകുന്ന GI ജനറേഷൻ, ഗ്രേറ്റസ്റ്റ് ജനറേഷൻ എന്നാണ് 1901 മുതൽ 1927 വരെ ഉണ്ടായിരുന്ന ആളുകളെ അറിയപ്പെടുന്നത്. ഗ്രേറ്റസ്റ്റ് ജനറേഷൻ. അവർ നമുക്ക് ദാനമായി തന്നിട്ടുള്ള മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. അത് ഇൻഫർമേഷൻ മാത്രമായിരുന്നില്ല, ഇൻസ്പിറേഷൻ മാത്രമായിരുന്നില്ല, ലാസ്റ്റിംഗ് ആയിട്ടുള്ള, നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിരുന്നു, ഒരു രൂപാന്തരത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. അനേകർ സത്യസുവിശേഷത്തെ വിശ്വസിച്ച് കർത്താവിലേക്ക് വരുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ചവർ എഴുന്നേൽക്കുന്നത് പോലെയുള്ള ദൈവപ്രവൃത്തിയുടെ ഒരു രൂപാന്തര ശക്തി ഉണ്ടായിരുന്നു. ഒരു കാലം വരെ നമ്മൾ അതൊക്കെ പിടിച്ചു നിന്നു. പക്ഷെ ദൈവമക്കളെ, സത്യം തുറന്ന് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ നമുക്കൊത്തിരി ഇൻഫർമേഷൻ ഉണ്ട്, നമുക്കൊത്തിരി ഇൻസ്പിറേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഇല്ലാതായി പോയത് ലാസ്റ്റിംഗ് ഇഫക്റ്റ്, ലാസ്റ്റിംഗ് ട്രാൻസ്ഫർമേഷൻ, നിലനിൽക്കുന്ന ഒരു രൂപാന്തരം നമ്മുടെ സഭകളിലും നമ്മുടെ വ്യക്തികളിലും നമ്മുടെ ആത്മീക സഭാ വളർച്ചകളിലും നമ്മൾ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ രാത്രിയിലും ഇന്നും പകലും എല്ലാം നമ്മൾ ആത്മാവിൽ കരങ്ങളെ അടിച്ചു, അന്യഭാഷയിൽ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അത് തുടരണം. പക്ഷെ ഇന്നും നമുക്ക് പല രീതിയിലുള്ളതാകുന്ന രോഗങ്ങളും പാപങ്ങളും, രഹസ്യപാപങ്ങളും, സ്തോത്രം, അനേക കുടുംബ തകർച്ചകളും, ഏതെല്ലാം രീതിയിലുള്ളതാകുന്ന ലോകത്തിൽ സമൂഹത്തിൽ കാണുന്നതാകുന്ന പ്രശ്നങ്ങളും പാപങ്ങളും സഭയ്ക്കകത്ത് കൊടികുത്തി വാടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ട്, നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ നിലനിൽക്കുന്ന ഒരു രൂപാന്തരത്തിന്റെ സത്യം തിരിച്ചറിഞ്ഞിട്ട് വേണം കടന്നു പോകുവാനായി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താണ് ഞാൻ ഈ ക്യാരക്ടർ ഫോർമേഷൻ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷീകരണം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആഴമേറിയ രീതിയിൽ പഠിച്ചപ്പോൾ അനേക രീതിയിലുള്ളതാകുന്ന സ്വഭാവ സവിശേഷതകളുണ്ട്, രൂപാന്തരങ്ങൾ പ്രാപിപ്പാനായിട്ടുള്ള മാധ്യമങ്ങളുണ്ട്. എന്നാൽ എന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയിൽ എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ആ രൂപാന്തരത്തിന്റെ അനുഭവം, ആ രൂപാന്തരത്തിന്റെ മാറ്റം നമ്മുടെ സഭകളിൽ, സ്തോത്രം, ഹല്ലേലൂയ, പാപബോധമുള്ളവരായി, കുറ്റബോധമുള്ളവരായി, ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ദൈവിക ന്യായവിധിയെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മ തരണമെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, ആത്മാവിൽ ആരാധിക്കണം. ആത്മാവിൽ ആരാധിക്കുക തന്നെ ചെയ്യണം. അത് നമുക്ക് ശക്തി തരുന്നതാണ്, അത് നമുക്ക് പ്രചോദനം തരുന്നതാണ്. പക്ഷേ എന്നിട്ടും പാപം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, എന്നിട്ടും തീരാ രോഗങ്ങൾ മാറാതിരിക്കുന്നുവെങ്കിൽ, സാത്താന്റെ ശക്തികൾ സഭയ്ക്കകത്ത്, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങോട്ടും ഇങ്ങോട്ടും നെടുകയും കുറുകയും അവൻ തല ഉയർത്തി നിൽക്കൊണ്ടിരിക്കുന്നെങ്കിൽ അത് ഇന്ന് രാത്രി നമുക്കതിനൊരു പരിഹാരം കണ്ടെത്തണം. അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ശക്തിയോട് ചേർന്ന് ആ ശക്തി പകരുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു വലിയ ഏറ്റുമുട്ടൽ, ഹല്ലേലൂയ, അവന്റെ ഒരു സന്ദർശനം നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊക്കെ രണ്ട് ജനനമാണ് നമുക്കുള്ളത്. എന്നെ ജനിപ്പിച്ച എൻ്റെ പിതാവിനായി സ്തോത്രം, എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ മാതാവിനായി സ്തോത്രം. അവരെ എനിക്ക് നന്നായിട്ട് അറിയാം, അവരെനിക്ക് ചെയ്ത ഉപകാരങ്ങളെ എനിക്കറിയാം, അവരെന്നെ വളർത്തിയത്, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, എന്നെ സ്നേഹിച്ചത്, അവരുടെ മുഖരൂപങ്ങൾ ഇന്ന് കർത്തൃസന്നിധിയിലാണെങ്കിലും നന്നായിട്ട് എനിക്കറിയാം. നിങ്ങൾക്കും അറിയാം നിങ്ങളെ ജനിപ്പിച്ച മാതാവിനെയും പിതാവിനെയും. എന്നാൽ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ മാതാവിനെയും പിതാവിനെയും അറിയുന്നത് പോലെ തന്നെ നമ്മളെ രണ്ടാമതായി ജനിപ്പിച്ച ഒരു പിതാവുണ്ട്. സ്തോത്രം. നമ്മളെ രണ്ടാമതായി കാൽവറിയിൽ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി നൊന്ത് പ്രസവിച്ച് നമ്മളെ നിത്യജീവൻ തന്നതായ ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ പിതാവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് നമ്മൾ അടുത്തു വന്നു കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും, നാം നന്നാവും. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിലേക്ക് വ്യാപരിക്കും. കാരണം ആ ആളത്വത്തിന്റെ ആ പകരുന്ന പ്രതിധ്വനനം, ഹല്ലേലൂയ, ആളത്വത്തിന്റെ ശക്തിയുടെ വലിയ ഒരു ശുദ്ധീകരണം, ഒരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീരും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പിതാവിനെ, നമ്മുടെ നിത്യപിതാവിനെ, നമ്മളെ ജനിപ്പിച്ച നമ്മുടെ പേരന്റിനെ നമ്മളൊന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ്. ATM
മെഷീനിൽ ചെന്ന് $500 കാർഡിട്ട് കുത്തിയെടുത്തിട്ട് ATM മെഷീന് താങ്ക് യു പറഞ്ഞ് പോകുന്നത് പോലെയാണ് പലപ്പോഴും നമ്മുടെ ആരാധനകളിൽ. ഹല്ലേലൂയ. നമ്മളൊക്കെ ആത്മാവിൽ ആരാധിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ആത്മാവിന്റെ ശക്തി പകർന്നു തന്ന ആത്മദാതാവിനെ നമുക്കൊന്ന് തിരിച്ചറിഞ്ഞ് ആരാധിക്കുവാൻ കഴിയുമെങ്കിൽ, അങ്ങയുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നമുക്കൊന്ന് അടുക്കുവാൻ തക്കവണ്ണം കഴിയുമെങ്കിൽ, ഇന്ന് രാത്രി നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിട്ടുള്ള സ്ഥായിയായി നിലനിൽക്കുന്നതാകുന്ന ഒരു ഉണർവും ഒരു വിശുദ്ധിയും നമ്മളിൽ അങ്കുരിക്കുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് പിതാവിനെ കാണുക, പിതാവിനെ അറിയുക, പിതാവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക, ഒരു എൻകൗണ്ടർ ഉണ്ടാക്കുക, അവിടുത്തെ സന്ദർശനം തിരിച്ചിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സതീഷ് കുമാർ പാസ്റ്ററിന്റെ മെസ്സേജ്, സ്തോത്രം, ആ ഒരു പിതാവുമായിട്ടുള്ളതാകുന്ന ഒരു എൻകൗണ്ടർ ഉണ്ടായത് ഒരു വ്യക്തി തലേ കൈവച്ചിട്ടല്ല, ഒരു സാധാരണക്കാരിൽ സാധാരണയായിട്ടുള്ളൊരു സുവിശേഷം തൻ്റെ വില്ലേജിൽ വന്ന് തന്നോട് സുവിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. തന്നെ കാണുവാനായി താൻ പാർക്കുന്ന സുവിശേഷകന്റെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. പകരം ആ വീട്ടിൽ ചെന്നപ്പോൾ മുട്ടുമടക്കി ആ യേശുവിനെ ഒന്ന് അന്വേഷിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പോകുവാൻ കഴിയാത്ത ഒരു ആത്മസാന്നിധ്യം പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ മുറിക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ, ആ പിതാവിനെ തിരിച്ചറിഞ്ഞവൻ, സ്തോത്രം, അവന്റെ ശക്തി അവിടെ ഉണ്ടായിരുന്നു. മക്കളെ, നമ്മളൊക്കെ ഈ സിഗരറ്റ് വലിക്കുന്നവരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ, പുക വലിക്കുന്നവരുടെ അടുത്ത് നിന്നാൽ സെക്കൻഡ് ഡിഗ്രി സ്മോക്ക് നമ്മളെ ബാധിക്കും. ആ പരിസരത്തെല്ലാം അതിൻ്റെ ആ ദുർഗുണം നമുക്ക് അതെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. അതുപോലെയാണ് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ മുറി, സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ ഭവനം, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ ചർച്ച്, അവിടെയൊക്കെ സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ ശക്തി ആളില്ലായെങ്കിലും സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് സ്തോത്രം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പോൾ സ്വർഗീയ പിതാവുമായിട്ട് നിലനിൽക്കുന്ന ഒരു ആളത്വത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോയി. 7 സ്റ്റെപ്പുകളാണ്. അതിലെ രണ്ടാമത്തതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. രണ്ടാമത്തത് ഡിസൈപ്പിൾഷിപ്പാണ്. നമ്മുടെ സഭകൾക്കൊക്കെ ഇല്ലാതായി പോയത് ഡിസൈപ്പിൾഷിപ്പാണ്, ശിഷ്യത്വം. എങ്ങനെയാണ് ഒരു വ്യക്തി വളരേണ്ടത്? നമ്മളൊക്കെ സ്നാനപ്പെടുത്താനായിട്ട് വളരെ ദ്രുതഗതിയിൽ ഓടി നടന്ന ആളുകളെ, കൊച്ചു കുഞ്ഞുങ്ങളെ 9 വയസ്സുള്ളപ്പോഴേ പിടിച്ച് മുക്കും. ആരെങ്കിലും ഒക്കെ കേട്ട് പെട്ടെന്ന് നിർബന്ധിച്ച് സ്നാനപ്പെടുത്തും. പക്ഷെ സ്നാനപ്പെടുത്തിയിട്ട് പറയും, നീ തന്നെ പോയി അങ്ങ് വളർന്നു, നീ തന്നെ പോയി ആത്മീകമായി വളര്. പക്ഷേ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തി എങ്ങനെ ഒരു തികഞ്ഞ ആത്മീകനായി മാറണമെന്നുള്ള ഒരു ഡിസൈപ്പിൾഷിപ്പ് ക്ലാസ്സസും എത്ര സഭകൾക്കുണ്ടെന്ന് എനിക്കറിയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ മടങ്ങി വരണം. സ്തോത്രം, ഹല്ലേലൂയ. അച്ചടക്കത്തോടെ ആത്മീകതയുടെ സ്തോത്രം പരിശീലനങ്ങൾ നമ്മുടെ തലമുറകൾ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ തലമുറകൾ ഞാനും ഇവിടുത്തെ ഹൈസ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. ഞാനും ഇവിടുത്തെ കോളേജ് ബെഞ്ചുകളിൽ ഇരുന്ന് പഠിച്ചു വന്ന ഒരു വ്യക്തിയാണ്. എനിക്കറിയാം ഇവിടുത്തെ സ്കൂളും കോളേജും ഹൈസ്കൂളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവിടെ ഈ പരീക്ഷയുടെ സമയം വരുമ്പോൾ ഇവിടെയുള്ള നമ്മുടെ സെക്യുലർ ഫ്രണ്ട്സ് ഒക്കെ പറയും, ഐ ആം സോ ഗോയിങ്, ഞാൻ ഒത്തിരി പ്രശ്നത്തിൽ കൂടെ, ആകാംക്ഷയിൽ കൂടെ, ആങ്സൈറ്റിയിൽ കൂടി കടന്നു പോകുമെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ചിക്ലറ്റിൻ്റെ കൂട്ടുള്ളതാകുന്ന ഒരു സാധനം കൈ തരും. ഒരു വായിക്കകത്ത് ഇട്ടാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ആങ്സൈറ്റി എല്ലാം മാറിപ്പോകും. അനേക കുഞ്ഞുങ്ങൾ, പെന്തക്കോസ്തുകാരോ ഏത് മതമൊന്നുമില്ല, അവർക്ക് ഈ ആങ്സൈറ്റി മാറാനായിട്ട് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷനേക്കാളും ഓവർ ദ കൗണ്ടർ മെഡിക്കേഷനേക്കാളും ആരും അറിയാതെ കയ്യിൽ കിട്ടുന്നതായിട്ടുള്ള പിൽസ് ചൂവിംഗം പോലെ ചവച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈ വന്നിരിക്കുന്ന കാലഘട്ടത്തിനകത്ത് ശത്രു ഏതെല്ലാം രീതിയിൽ കയറിയിട്ടുണ്ട്. പക്ഷേ വേണ്ടാത്തതിനോട് വേണ്ട എന്ന് പറയുവാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുവാനുമായിട്ടുള്ള അഭ്യാസം കൊടുക്കേണ്ടത് സഭയുടെയും മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. ഞാൻ അതിനെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. എന്നെ പഠിപ്പിച്ചത് 1 പുൾപിറ്റ്, 2 ടേബിൾ. പുൾപിറ്റിന്റെ പിന്നിൽ ശുശ്രൂഷകൻ, അതാരായിക്കൊള്ളട്ടെ, ആ കടന്നു വന്നിരിക്കുന്ന ജനത്തെ വിവേചിച്ച് അവരെ പരിശീലനത്തിൽ തർജ്ജനത്തിൽ വളർത്തുവാനായിട്ടുള്ള, ഇന്നത്തെ തലമുറകൾ കടന്നു പോകുന്നതാകുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനായിട്ടുള്ളതാകുന്ന എല്ലാ രീതിയിലുള്ളതാകുന്ന സ്രോതസ്സും കൊണ്ട് വേണം ഈ പുൾപിറ്റിന്റെ മുൻപിൽ നിൽക്കുവാനായിട്ട്. രണ്ടാമതായിട്ട് ടേബിൾ, അത് മേശ.
അത് ഭവനത്തിനകത്തുള്ള കോഫി ടേബിളിന്റെ മുമ്പിലാണെങ്കിലും ഊണുമേശയുടെ ചുറ്റുമായിരുന്നാലും, മാതാപിതാക്കളെ ഇന്ന് രാത്രി ഞാൻ വെല്ലുവിളിയോടെ പറയുന്നു, സ്തോത്രം, നമ്മുടെ കൊച്ചുമക്കളെയും നമ്മുടെ മക്കളെയും വചനത്തിൽ ഉറപ്പിക്കുവാൻ സ്തോത്രം നമ്മൾ ഉത്സുകരായി മാറണം. നമ്മുടെ സഭകളൊക്കെ എത്ര ശ്രമിച്ചാലും, ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്, 100 തൊട്ട് 150 പേരുള്ളൊരു സഭ, അത് മാത്രമേ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കത്തുള്ളൂ. അതിന് മാത്രമേ കമ്മ്യൂണിറ്റി, എല്ലാവരെയും അറിയുവാൻ, എല്ലാവരുടെയും പേര് പറയുവാൻ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. 150 തൊട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അതിനെ ക്രൗഡ് എന്നാണ് അറിയപ്പെടുന്നത്. പാസ്റ്റർമാരെ ചോദിച്ചു നോക്കുക, ഞങ്ങളെ പോലെയുള്ള ഇതിലപ്പുറത്തുള്ള ക്രൗഡ് ഗ്രൂപ്പിന്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ എത്ര പേരുടെ പേരറിയാം, എത്ര കുഞ്ഞുങ്ങളുടെ പേരറിയാം, എത്ര പേരുടെ വിഷയങ്ങൾ അറിയാം. സ്തോത്രം, ഞാൻ എൻ്റെ ലീഡേഴ്സിനോടും എൻ്റെ ഭാര്യയോടും പറഞ്ഞു, 1000 പേരുള്ള സഭ വേണമെന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ 1000 പേരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും 1000 പേരുടെയും കുഞ്ഞുങ്ങളുടെ പേര് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും കഴിയുന്നുവെങ്കിൽ മാത്രമേ 1000 പേരുള്ള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാവൂ. ഇന്ന് രാത്രി ശക്തമേറിയ ദൂത് ഞാൻ വിളിച്ചു പറയുന്നു, സ്തോത്രം, പുൾപിറ്റ് കൊണ്ട് പോരാ, പുൾപിറ്റ് കൊണ്ട് 40 മിനിറ്റ് കിട്ടുന്ന പ്രസംഗം കൊണ്ട് ഇവരെ നന്നേക്കുവാൻ കഴിയത്തില്ല. പകരം ഇന്ന് രാത്രി നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥനകൾ കടന്നു വരട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ ഒരു അഭ്യാസശാലയായി മാറട്ടെ. ഹല്ലേലൂയ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള പ്രകാശനം നമ്മുടെ ഭവനത്തിനകത്ത് വെട്ടി വിളങ്ങട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കാലൊച്ച കേൾക്കുന്ന മുറികളായി നമ്മുടെ ഭവനങ്ങൾ മാറട്ടെ. നമ്മുടെ സഭയ്ക്ക് ഉള്ളിനകത്തായി മാറത്ത് പൊൻകച്ച ധരിച്ചവനായി, വെള്ളോട്ടിന് സമമായിട്ടുള്ളതാകുന്ന ഹല്ലേലൂയ കാലുകളുള്ളവനായി, അഗ്നിജ്വാലയ്ക്ക് സമമായ കണ്ണുകളുള്ളവനായി, ഹല്ലേലൂയ, തലയിൽ ഹല്ലേലൂയ ഹിമം പോലെ വെളുത്ത നമ്മുടെ പാപപരിഹാരകനും നമ്മുടെ രോഗശാന്തിവരനുമായ നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ നമ്മുടെ യേശു കർത്താവിന്റെ ഒരു സന്ദർശനമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത്.